പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. ഇതെങ്ങനെയാണ് വംശീയമായി തീരുന്നത്? വംശീയമായി തീരുന്നത് രണ്ടാമത്തെ ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നു. അവിടുത്തെ റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുറത്തിറക്കിയിരിക്കുന്ന പ്രകടന പത്രികയാണ്. ആ പ്രകടന പത്രികയിൽ പറയുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു ആവശ്യം വേണ്ടുന്ന നയങ്ങളിൽ വ്യത്യാസം വരുത്തും. ഏത് നയത്തിലാണ് വ്യത്യാസം വരുത്തുക? സാമ്പത്തിക സംവരണം ജാതി സംവരണത്തിനു പുറമേ നടപ്പാക്കുമെന്നും അങ്ങനെ സാമ്പത്തിക സംവരണത്തിലൂടെ വ്യക്തികൾ തമ്മിലുള്ള സാമ്പത്തിക അസമത്വം കുറയ്ക്കുമെന്നുമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്നത്. അതാണ് ഇന്ത്യയുടെ ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഇന്ത്യൻ സമ്പത്തിന്റെ 22% ഇന്ത്യയിലെ ധനികരായ 1% കൈകാര്യം ചെയ്യുമ്പോൾ അവസാനത്തെ തട്ടിലുള്ള 10%-ന് താഴ്ന്ന 10% പോലും വിഭവമില്ലാതിരിക്കുമ്പോൾ വ്യക്തികൾ തമ്മിലുള്ള സാമ്പത്തിക അന്തരം കുറയ്ക്കുന്നതിന് വേണ്ടി സാമ്പത്തിക സർവേ നടത്തുമെന്നുള്ളതിനെ കോണ്ടെക്സ്റ്റിൽ നടത്തിയെടുത്ത് ദാ പറയുന്നു പ്രധാനമന്ത്രി. പറയുന്ന വാക്കുകൾ എങ്ങനെയാണ്? അമ്മ പെങ്ങന്മാരെ, നിങ്ങളുടെ താലിച്ചരടുകൾ പോലും ഈ നുഴഞ്ഞുകയറ്റക്കാർക്ക് വേണ്ടി, ഈ കൂടുതൽ കുട്ടികളെ പ്രസവിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കും എന്നുള്ള പ്രസ്താവന അതങ്ങേറ്റം വംശീയവും ഒരു ജനാധിപത്യ രാജ്യത്ത് നമ്മൾ കേൾക്കാൻ പാടില്ലാത്തതുമായ പ്രസ്താവനയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ തല താഴ്ത്തേണ്ട ഒരു പ്രസംഗമായിരുന്നു പ്രധാനമന്ത്രി നടത്തിയത്. ആ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടുത്ത നിശബ്ദത പുലർത്തുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കുറ്റകൃത്യം. രണ്ടാമത്തത്, അതിൽ പരാതി നൽകിയിട്ടും ആ പരാതി പോലീസ് സ്റ്റേഷനിൽ സ്വീകരിക്കാൻ പോലും തയ്യാറാകുന്നില്ല. ഇനി ഒരു കണക്ക് കൂടി ഞാൻ പറയാം. എന്താണ്? കൂടുതൽ സ്ത്രീ പെറ്റുകൂട്ടുന്നവരാണോ ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവര്? അങ്ങനെയല്ല. കണക്കുകൾ നമ്മളോട് പറയുന്നു. 2001-ലെയും 2011-ലെയും വിവിധ കമ്മ്യൂണിറ്റികളുടെ വളർച്ചാ നിരക്കെടുത്താൽ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ വളർച്ചയിലുള്ള കുറവിനേക്കാൾ കൂടുതൽ കുറവാണ് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിലുള്ള റീപ്രൊഡക്ഷൻ റേറ്റിൽ ഉണ്ടാവുന്ന ഡിക്ലൈൻ. എന്ന് പറഞ്ഞാൽ ഹിന്ദു വിഭാഗത്തിനിടയിൽ 3.1% വളർച്ചാ നിരക്കിലുള്ള കുറവാണ് കാണിക്കുന്നതെങ്കിൽ 4.8% കുറവാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ കാണുന്നത് റീപ്രൊഡക്റ്റീവ് റേറ്റിൽ. അപ്പോൾ മൂന്നാമത്തെ തലത്തിലാണ് അദ്ദേഹം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നത്. ഇത് കൂടാതെ നമ്മളുടെ മുന്നിൽ നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ 2005-ൽ നിലവിൽ വന്ന് 2006-ൽ പാർലമെന്റിൽ അവതരിപ്പിച്ച രജീന്ദ്ര സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടുണ്ട്. ആ രജീന്ദ്ര സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന വളരെ പ്രസക്തമായ ചില ഭാഗങ്ങളുണ്ട്, നമ്മൾ മറന്നുപോകാൻ പാടില്ലാത്തതാണ്. ഒരു സാധാരണ OBC വിഭാഗത്തിൽപ്പെട്ടയാളും മുസ്ലിം OBC വിഭാഗത്തിൽപ്പെട്ടയാളും തമ്മിൽ സാമ്പത്തികമായി താരതമ്യം ചെയ്താൽ മുസ്ലിം OBC വിഭാഗത്തിൽപ്പെട്ടവർ പല ആക്സസിന്റെ മീറ്ററുകളിലും പാരാമീറ്ററുകളിലും പിന്നോക്കം നിൽക്കുന്നു. 25% വരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ വിഭാഗങ്ങൾക്ക് 6 മുതൽ 14 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾ ഒന്നുകിൽ ഡ്രോപ്പ് ഔട്ട് ആവുകയോ സ്കൂളുകളിൽ ചേരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയോ ചെയ്യുന്നു. മുസ്ലിം വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ വേണ്ടത്ര അപ്രോച്ച് റോഡുകളോ വിളക്കുകളോ ഉണ്ടാവാത്ത അവസ്ഥയുണ്ടാവുന്നു. ആ കമ്മ്യൂണിറ്റി പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കേന്ദ്ര സർവീസിലും പിന്തള്ളപ്പെടുന്നു. IAS-ൽ 3%, IPS-ൽ 4%, IFS-ൽ 1.8%, റെയിൽവേ സർവീസിൽ 4.5%, അതിൽ തന്നെ 98% താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടത് എന്ന് പറയുമ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റി അനുഭവിക്കുന്ന സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടുവന്നതിന് തൊട്ടു പിന്നാലെ അത് സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിമാരുമായി ചർച്ച ചെയ്യുന്ന നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ മൻമോഹൻ സിംഗ് നടത്തിയ സാമൂഹിക നീതിയിലൂടെ വിതരണം ചെയ്യേണ്ടതാണ് ഇന്ത്യയുടെ വിഭവം എന്ന് പറയുന്ന ആശയത്തെ ആ കോണ്ടെക്സ്റ്റിൽ നടത്തിയെടുത്ത് എത്രമാത്രം മലീമസമായ മനസ്സോടുകൂടിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഭയത്തിൽ നിന്ന് വരുന്ന അങ്ങേയറ്റം ദുഷിച്ച ഒരു ഭിന്നിപ്പിന്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത്. നുഴഞ്ഞുകയറ്റക്കാരല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, അവർ കൂടുതൽ പെറ്റുകൂട്ടുന്നവരുമല്ല, അവർ ഈ സമൂഹത്തിൽ പിന്നോക്കം നിന്ന് പോയൊരു വിഭാഗത്തിന്റെ പ്രാതിനിധ്യമുള്ളവരാണ്. അവരെ ഉയർത്തുക എന്നുള്ളത് ഒരു അഫർമേറ്റീവ് ആക്ഷന്റെ നീതിപൂർവമായിട്ടുള്ള സമ്പത്തിന്റെ വിതരണത്തിന്റെ പ്രയോറിറ്റി നിശ്ചയിക്കപ്പെടുമ്പോൾ അവർ മറന്നുപോകാൻ പാടില്ലാത്തതാണ്. അതിനെയാണ് ഇത്രയും മോശമായ വംശീയമായ രീതിയിൽ അധിക്ഷേപിച്ചിരിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പ് സീസണിൽ നമ്മൾ കണ്ട ഏറ്റവും വംശീയമായ പ്രസ്താവനയായി ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയെ നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു. ലോകരാജ്യത്തിന് മുന്നിൽ ഒരു പൗരൻ എന്ന നിലയിൽ ശിരസ് കുനിഞ്ഞു പോകുന്ന ഒരു പ്രസംഗം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല.